എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുളിയിഞ്ചിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാതരം ടേസ്റ്റുമുള്ളൊരു കറിയാണ് പുളിയിഞ്ചി. ഉപ്പും മുളകും പുളിയും ചുവർപ്പും എല്ലാതരം ടേസ്റ്റും നമ്മൾ പുളിയിഞ്ചിയിലുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 5 കറികൾക്ക് തുല്യമായൊരു കറിയെന്നാണ് പുളിയിഞ്ചി പഴമക്കാർ പറയുന്നത്. പല സ്ഥലങ്ങളിലും പുളിയിഞ്ചി പല രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് സാധാരണ ഞാൻ പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായി നമുക്ക് മെയിനായി 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇഞ്ചി, പുളി, ശർക്കര. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാമോളം ഇഞ്ചിയാണ്. 150 ഗ്രാം ഇഞ്ചിക്കായി ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം പുളിയും 50 ഗ്രാം ശർക്കരയുമാണ്. നമ്മൾ പുളിയും ശർക്കരയും സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നമുക്ക് പുളി 2 ഗ്ലാസോളം വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി നല്ലതുപോലെ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇഞ്ചി നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ എളുപ്പം തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്കിതുപോലെ ചെറുതായി ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇഞ്ചി നമ്മൾ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിരിക്കുന്നത്. ഒരു 6 മുതൽ 10 വരെ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് കൂടുതലായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നല്ലതുപോലെ മാഷ് ചെയ്ത് നമ്മുടെ പുളിയിലെ ആ നീരെല്ലാം നമുക്ക് എടുക്കണം. പിഴിഞ്ഞെടുത്ത ഈ പുളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നടിച്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പുളിയിഞ്ചിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കി തുടങ്ങുന്നത്. പാൻ ചൂടാക്കി ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ആവശ്യമായി വരും. ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇഞ്ചിപ്പുളിയൊക്കെ ഉരുളിയിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചത്. നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ടാണ് ഇത് അടിക്ക് പിടിക്കാത്തത്. നമ്മൾ ഉരുളിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ കൂടി ചെറുതായി അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. നല്ലതുപോലെ ഇത് റോസ്റ്റായി ഒരു കളറെല്ലാം ചേഞ്ചായി ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം. എന്നാൽ മാത്രമേ നമ്മൾ ഇഞ്ചിപ്പുളി റെഡിയാക്കി വെച്ചാൽ കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഇഞ്ചി നല്ലതുപോലെ റോസ്റ്റായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. 80% ഇഞ്ചി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും മുളകും നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്.
നമ്മളെടുത്ത ഇഞ്ചി നല്ലതുപോലെ വയണ്ട് വളരെ കുറച്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയിൽ കിടന്ന് ഇഞ്ചി വെന്ത് തിളച്ച് വരുന്ന ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി, 2 പിഞ്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂണിലും താഴെ കാശ്മീരി മുളക് പൊടിയാണ്. കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ച് മാത്രമേ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പും പുളിയുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. ഞാനിത് ശർക്കരപ്പാനി തയ്യാറാക്കി അരിച്ചെടുത്തതാണ്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറുവേപ്പില കൂടി ചേർത്ത് കടുക് താളിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചിയൊക്കെ നമ്മൾ സദ്യയ്ക്ക് ഒരാഴ്ച മുന്നേ തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ സദ്യയുടെ സമയമാകുമ്പോൾ അത് സെറ്റായി നല്ലൊരു ടേസ്റ്റിൽ വരികയുള്ളൂ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ പുളിയിഞ്ചി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് ആവശ്യമായത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.